ഇന്ന് മെയ് 20 ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത തുടക്കത്തിൽ പറഞ്ഞു. ഇന്ന് രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികമാണ്. അതായത് പിണറായി വിജയൻ സർക്കാരിന്റെ 9ാം പിറന്നാളാണ് പറഞ്ഞു വരുമ്പോൾ ഇന്ന് തുടർ ഭരണത്തിൽ തുടർച്ച എന്ന സ്വപ്നവുമായാണ് ഈ 4ാം വാർഷികം പിണറായി വിജയൻ സർക്കാർ ആഘോഷിക്കുന്നത്. രണ്ടാം പിണറായി സർക്കാർ 5ാം വർഷത്തിലേക്കാണ് കടക്കുന്നതെങ്കിലും ഇത് 9ാം വാർഷികമെന്ന് സർക്കാർ പറയുന്നു. ആദ്യ സർക്കാരിന്റെ 5 വർഷങ്ങൾ കൂടി ചേർത്ത് വികസന പദ്ധതികൾ ട്രാക്കിലായി കഴിഞ്ഞത് സർക്കാരിന്റെ ആത്മവിശ്വാസം ഇരട്ടിപ്പിക്കുന്നുണ്ട്. എന്നാൽ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പണം കണ്ടെത്താനാവുന്നില്ല എന്നത് ഇപ്പോഴും വലിയ വെല്ലുവിളിയാണ്. പിണറായി വിജയനായ ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും നിരീക്ഷകരെയും രാഷ്ട്രീയ പ്രവാചകരെയും അത്ഭുതപ്പെടുത്തിയ വിജയം 2021 ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് വിജയം കേരളത്തെ ശരിക്കും ഞെട്ടിച്ചു. കാരണം ഭരണ തുടർച്ച രാഷ്ട്രീയ കേരളത്തിന് ആദ്യ അനുഭവമായിരുന്നു. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് വരെയും സർക്കാരും ഇടതുമുന്നണിയും നേരിട്ടത് സമാനതകളില്ലാത്ത പ്രതിസന്ധി. ഒന്നിനു പുറകെ മറ്റൊന്നായി വിവാദങ്ങൾ. അവിടെ നിന്നായിരുന്നു UDF-നെ ബഹുദൂരം പിന്നിലാക്കി പിണറായി വിജയൻ മുഖ്യമന്ത്രി കസേര ഉറപ്പിച്ചത്. ഭരണ തുടർച്ച 2021 അത്ഭുതമായിരുന്നുവെങ്കിൽ തുടർഭരണത്തിലെ തുടർച്ചയാണ് ഇപ്പോൾ സർക്കാരിന്റെ ലക്ഷ്യം. മാത്രമല്ല പിണറായി സർക്കാരിന്റെ 3ാം ടേം ഉറപ്പെന്ന് CPM-ഉം ഇടതുമുന്നണിയും ഒരുപോലെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുമുണ്ട്. ഒരിക്കലും നടക്കില്ലെന്ന് എഴുതിത്തള്ളിയ വൻകിട പദ്ധതികൾ യാഥാർത്ഥ്യമാക്കിയതാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ പ്രധാന ഭരണ നേട്ടം. വിഴിഞ്ഞം രാജ്യത്തെ 1ാം നമ്പർ തുറമുഖമായി വളരുകയാണ്. കേന്ദ്രവും കേരളവും ഒരു ഘട്ടത്തിൽ ഉപേക്ഷിച്ചതാണ് സംസ്ഥാനത്തെ ദേശീയപാതാ വികസനം. അതും മാസങ്ങൾക്കുള്ളിൽ പൂർത്തിയാകും. കേന്ദ്ര സഹായത്തോടെയുള്ള പദ്ധതിയാണെങ്കിലും സ്ഥലമേറ്റെടുപ്പിലടക്കം സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ മാതൃകാപരമായി. ദേശീയപാതകൾ മാത്രമല്ല, നഗര റോഡുകളും ഗ്രാമീണ പാതകളും പുതുവേഗം ആർജിച്ചു കഴിഞ്ഞു. വിദ്യാഭ്യാസ രംഗത്തെ നേട്ടങ്ങളും സർക്കാർ ഉയർത്തിക്കാട്ടും. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലാണ് വൻകിട പദ്ധതികളുമായി പിണറായി സർക്കാർ മുന്നോട്ടു പോകുന്നത്. എന്നാൽ ഇടതിന് ഭരണ തുടർച്ച ഉറപ്പാക്കിയ പെൻഷനടക്കമുള്ള ക്ഷേമപ്രവർത്തനങ്ങൾ ഇപ്പോഴും ട്രാക്കിലായിട്ടില്ല. കൂടുതൽ ക്ഷേമപ്രഖ്യാപനങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്ന സർക്കാരിന് മുന്നിലെ വെല്ലുവിളിയും മെലിഞ്ഞ ഖജനാവാണ്. ആഭ്യന്തര വകുപ്പും ആരോഗ്യവകുപ്പും ഇപ്പോഴും സർക്കാരിനെ പേരുദോഷം കേൾപ്പിക്കുന്നുണ്ട്. ആദ്യ സർക്കാരിനേതുപോലെ മന്ത്രിമാർ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുന്നില്ലെന്ന് വിലയിരുത്തലുകളുണ്ട്. മുഴുവൻ അധികാരവും മുഖ്യമന്ത്രിയിൽ കേന്ദ്രീകരിക്കുന്നതിന്റെ പരിഭവങ്ങൾ CPM-ലും മുന്നണിയിലും തലപൊക്കുന്നു. ചില ഘടകകക്ഷികൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് UDF-ലേക്ക് പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. എങ്കിലും UDF-നെ അപേക്ഷിച്ച് കെട്ടുറപ്പുള്ള മുന്നണി സംവിധാനമാണ് ഇപ്പോഴും ഇടതുമുന്നണി. കോൺഗ്രസിലെ തമ്മിലടിയും BJP-യിലെ അസ്ഥിരതയും ഇടതിന്റെ പ്രതീക്ഷകൾ ഉയർത്തുന്നു. സർക്കാർ ജീവനക്കാരെ ഒപ്പം നിർത്താനുള്ള നടപടികൾ ഇനിയും ഉണ്ടാകേണ്ടതുണ്ട്. സാമുദായിക ശക്തികളുമായുള്ള പ്രശ്നങ്ങളും പറഞ്ഞു തീർക്കണം. വയനാട് പുനരധിവാസം സമയബന്ധിതമായി നടപ്പാക്കണം. അങ്ങനെ വെല്ലുവിളികളുടെ പട്ടിക നീളുന്നു. ഏറെ പ്രതീക്ഷകൾക്കും അത്ര ചെറുതല്ലാത്ത പ്രതിസന്ധികൾക്കുമിടയിലാണ് രണ്ടാം പിണറായി സർക്കാർ 5ാം വർഷത്തിലേക്ക് കടക്കുന്നത്. VV അരുൺ, News 18, തിരുവനന്തപുരം.